മലയാള പത്ര ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം ഇന്ന് പനിയും പനിമരണങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് പനിയെപ്പറ്റി ഇന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. ആദ്യമേ പറയട്ടെ, പനി ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണം മാത്രമാണ്. ചുമ, ചൊറിച്ചില്, തലവേദന എന്നൊക്കെ പറയുന്നത് പോലെ ഒരു രോഗലക്ഷണം മാത്രം. ചുമ മരണം, ചൊറിച്ചിൽ മരണം, തലവേദന മരണം എന്നൊന്നും നാം സാധാരണ പറയാറില്ല. അതുപോലെ പനി മരണം എന്ന് പറയുന്നതിലും അല്പം അസാംഗത്യമുണ്ട്. ഈ അടുത്ത കാലത്തിറങ്ങിയ മെഡിസിൻ്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു, സാധാരണയായി കാണാറുള്ള 696 രോഗങ്ങൾക്ക് ഫീവർ, പനി ഒരു ലക്ഷണമായിരിക്കുമെന്ന്. പനിയുണ്ടാക്കുന്ന പൈറോജൻ എന്ന സംഗതി നമ്മുടെ ശരീരത്തിൽ 2 തരത്തിൽ ഉണ്ടാകാറുണ്ട്. എക്സ്റ്റേണൽ കോസസ് കൊണ്ടും ഇന്റേണൽ കോസസ് കൊണ്ടും, ബാഹ്യമായ കാരണങ്ങളാൽ, ആന്തരികമായ കാരണങ്ങളാൽ. ഫ്ലൂ, ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ തുടങ്ങിയ 100 കണക്കിന് വൈറൽ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന പനി, ടൈഫോയിഡ്, സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് തുടങ്ങിയ അനേകം ബാക്ടീരിയൽ രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പനി, അല്ലെങ്കിൽ മലേറിയ, മന്ത് തുടങ്ങിയ പാരസൈറ്റിക് ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന പനി, ഇവയെല്ലാം എക്സ്റ്റേണൽ കോസസ് മൂലം, ബാഹ്യ കാരണങ്ങളാൽ ഉണ്ടാകുന്ന പനിയാണ്. മറിച്ച് ക്യാൻസർ മൂലം ശരീരത്തിൻ്റെ കോശങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോഴോ, ഹാർട്ട് അറ്റാക്ക് മൂലം ഹൃദയത്തിൻ്റെ പേശികളിൽ കുറേ ഭാഗം നിർജീവമാകുമ്പോഴോ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് മൂലം നമ്മുടെ സന്ധികളിലെ ടിഷ്യൂ നശിക്കപ്പെടുമ്പോഴോ ഒക്കെ പനികൾ ഉണ്ടാകാം. ഇവ ആന്തരിക കാരണങ്ങളാൽ, ഇന്റേണൽ കോസസ് കൊണ്ട് ഉണ്ടാകുന്ന പനിയാണ്. ശരീരത്തിലെ ടെമ്പറേച്ചർ ഓറൽ ടെമ്പറേച്ചറായോ, റെക്ടൽ ടെമ്പറേച്ചറായോ, ഓക്സിലറി ടെമ്പറേച്ചറായോ, ചെവിക്കുള്ളിൽ അളക്കുന്ന ടിംപാനിക് ടെമ്പറേച്ചറോ ആയി ഒക്കെ അളക്കാം. ഈ അളവുകൾ തമ്മിൽ വ്യത്യാസവുമുണ്ട്. ഞാൻ ഇന്നിവിടെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഓറൽ ടെമ്പറേച്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിൻ്റെ നോർമൽ ഓറൽ ടെമ്പറേച്ചർ 98.5 ഡിഗ്രി ഫാരൻഹീറ്റോ അല്ലെങ്കിൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡോ ആണ്. ടെമ്പറേച്ചർ 99 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമ്പോൾ പനിയുള്ളതായി കരുതപ്പെടുന്നു. എന്നാൽ നോർമൽ ടെമ്പറേച്ചർ തന്നെ മനുഷ്യർ തമ്മിൽ 0.5 ഡിഗ്രി വ്യത്യാസമുണ്ടാകാം. അതുപോലെ എല്ലാ ദിവസവും വെളുപ്പിന് 4 മണിക്ക് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുകയും വൈകിട്ട് 6 മണിക്ക് ടെമ്പറേച്ചർ കൂടിയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് കാലത്ത് പനിയെന്ന് കരുതുന്നത് വൈകിട്ട് പനിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. സ്ത്രീകളിൽ ആർത്തവ ചക്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും ബോഡി ടെമ്പറേച്ചർ വ്യത്യസ്തമായിരിക്കും. ഏകദേശമായി പറഞ്ഞാൽ 100നും 102നും ഇടയ്ക്കാണ് ടെമ്പറേച്ചർ എങ്കിൽ മൈൽഡ് ഫീവർ എന്നും, 102നും 104നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് ഫീവർ എന്നും, 104ന് മുകളിലാണെങ്കിൽ ഹൈ ഫീവറും എന്നും ഗണിക്കപ്പെടുന്നു. 107ന് മുകളിലാണെങ്കിൽ ഹൈപ്പർ പൈറാക്സിയ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. പെട്ടെന്ന് ടെമ്പറേച്ചർ കുറച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകാം. നമ്മുടെ ശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ഹൈപ്പോതലാമസിലുള്ള ഹീറ്റ് റെഗുലേറ്റിംഗ് സെന്ററാണ്. ഇത് പ്രവർത്തിക്കുന്നത് നമ്മുടെ എയർ കണ്ടീഷൻ്റെയും ഹീറ്ററിൻ്റെയും ഒക്കെ തെർമോസ്റ്റാറ്റ് പ്രവർത്തിക്കുന്നത് പോലെയാണ്. ശരീരത്തിൻ്റെ നോർമൽ ടെമ്പറേച്ചർ ഇത് സെറ്റ് ചെയ്യുന്നു. അതുപോലെ ഓരോ രോഗം ബാധിക്കുമ്പോഴും ആ രോഗത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ തെർമോസ്റ്റാറ്റ് ഓരോ ടെമ്പറേച്ചർ മാറി സെറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന്
ഒരു പ്രത്യേകതരം വൈറൽ രോഗത്തിന് തലച്ചോറിലെ തെർമോസ്റ്റാറ്റ് 103 ഡിഗ്രി എന്ന് സെറ്റ് ചെയ്തു എന്ന് കരുതുക. ആ രോഗിയുടെ താപനില 103 എത്തുന്നത് വരെയും അതിൽ താഴെയുള്ളതെല്ലാം കുറഞ്ഞ ടെമ്പറേച്ചറായി അയാളുടെ ശരീരം കരുതുകയും അതിനനുസരിച്ച് ശരീരം പ്രതികരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മുറിയിലുള്ള മറ്റുള്ളവർക്കെല്ലാം ചൂട് അനുഭവപ്പെടുമ്പോഴും രോഗി തണുത്ത് വിറയ്ക്കുന്നതും പുതപ്പിനുള്ളിൽ മൂടിക്കിടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. പനിയുടെ ഗതിയും പലപ്പോഴും ഓരോ രോഗങ്ങളെ ആശ്രയിച്ചിരിക്കും. ടൈഫോയിഡിന്റെ പനി ഒരു സ്റ്റെപ്പ് ലാഡർ പോലെയാണ് ഉയരുന്നത്. പണ്ടൊക്കെ ടെമ്പറേച്ചർ ചാർട്ട് നോക്കിയിട്ട് ഈ സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ കണ്ട് ടൈഫോയിഡ് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് ചികിത്സിക്കുമായിരുന്നു. മലേറിയ, ഏതു തരം മലേറിയ ആണെന്നതിനെ ആശ്രയിച്ച് 24 മണിക്കൂറോ 48 മണിക്കൂറോ 72 മണിക്കൂറോ ഇടവിട്ട് പനിയും കുളിരും വന്നുകൊണ്ടിരിക്കും. ഹോട്ട്സ്കിൻസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ക്യാൻസറിന് ഓരോ ആഴ്ചയും ഇടപെട്ടാണ് പനി വരുന്നത്. പനി ചികിത്സിക്കണമോ? വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ മൂലം ഉണ്ടാകുന്ന മൈൽഡ് ഫീവർ ചികിത്സിക്കേണ്ടതെന്നാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ഇൻഫെക്ഷ്യസ് ഡിസീസ് സ്പെഷ്യലിസ്റ്റിൻ്റെയും അഭിപ്രായം. കാരണം ഫീവർ, പനി ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ശരീരത്തിലെ താപനില ഉയരുമ്പോൾ അക്രമകാരികളായി ശരീരത്തിനകത്ത് കടന്നുകൂടിയിട്ടുള്ള വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും നമ്മുടെ ശരീരത്തിൽ കഴിച്ചുകൂടാൻ കുറച്ചുകൂടി പ്രയാസമായി തീരുന്നു. അവ കുറച്ചുകൂടി വേഗത്തിൽ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പനി മൂലം അസ്വസ്ഥതയോ വേദനയോ അനുഭവപ്പെടുന്നെങ്കിൽ പനി ചികിത്സിക്കണമോ വേണ്ടയോ എന്ന് രോഗിയും ഡോക്ടറും ചേർന്ന് തീരുമാനിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും പനി ലക്ഷണമായി ഉണ്ടാകാം. മരിക്കുമ്പോൾ രോഗിക്ക് പനിയുണ്ടായിരുന്നു എന്ന ഏക കാരണം കൊണ്ട് ഇവയെല്ലാം പനി മരണങ്ങളായി ഒരു ഗണത്തിൽ പെടുത്തരുത്. ഈ അവസരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വിശ്വവിശ്രുത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്ന ഡോക്ടർ ഡിബേക്കി ചിക്കാഗോ മെഡിക്കൽ സൊസൈറ്റിയിൽ ഡോക്ടർമാർക്കായി നൽകിയ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു കഥ ഓർമ്മ വരുന്നു. മിക്കവാറും രോഗികളിൽ എല്ലാം തന്നെ ഒരു നല്ല പങ്കെങ്കിലും ഹൃദയം നിലച്ച് ഹൃദയസ്തംഭനത്തിലൂടെയാണ് മരിക്കുന്നത്. എങ്കിലും ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നവർക്കെല്ലാം ഹൃദ്രോഗം ഉണ്ടായിരിക്കയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ഡിബേക്കി ഈ കഥ പറഞ്ഞത്. ഒരിക്കൽ ഒരാൾ മരിച്ചു. അയാളുടെ ഭാര്യയെയും കുട്ടികളെയും ആശ്വസിപ്പിക്കാൻ എത്തിയവരോടെല്ലാം അയാളുടെ ഭാര്യ പറഞ്ഞു തൻ്റെ ഭർത്താവ് മരിച്ചത് ഗൊണേറിയ മൂലമായിരുന്നെന്ന്. പലരോട് ഈ ഗൊണേറിയയെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ അമ്മയെ മാറ്റി നിർത്തി രഹസ്യമായി പറഞ്ഞു, അമ്മേ, ഞങ്ങളുടെ അപ്പം മരിച്ചത് ഗൊണേറിയ കൊണ്ടല്ലായിരുന്നു, ഡയേറിയ കൊണ്ടായിരുന്നെന്ന്. അമ്മ പറഞ്ഞു, അതെനിക്കറിയാം, പക്ഷെ നിന്റെ അപ്പൻ ഡയറിയ കൊണ്ട് വയറ്റിളക്കം കൊണ്ട് മരിച്ചെന്ന് പറഞ്ഞ് നാണക്കേടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഗൊണേറിയ കൊണ്ട് മരിച്ചെന്ന് ഞാൻ പറയുന്നതെന്ന്. അതുപോലെ എന്തുകൊണ്ട് മരിച്ചാലും പനി കൊണ്ട് മരിച്ചു എന്ന് പറയുന്നതിൽ കുറച്ച് അസാംഗത്യമുണ്ട്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.